ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഹാംസ്റ്റർ കോമ്പാറ്റ് കോയിൻ ആണ് നോക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ ഫുൾ ട്രെൻഡിങ് ആണ്, എല്ലാവരും മൈൻഡ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ഫേക്ക് ആണെന്ന് പറഞ്ഞ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 50-50 ചാൻസ് ആണ്. മേ ബി ഇത് ലിസ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാതെയും ഇരിക്കാം. ഞാൻ ഈ ഒരു സൈറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 9.1 മില്യൺ കമ്മ്യൂണിറ്റിയാണ് ഇത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്രയും കമ്മ്യൂണിറ്റി റീസെന്റ് ആയിട്ട് ഒരു കോയിന് ഷോർട്ട് ടൈം പീരീഡിൽ ഇത്രയും കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ മേ ബി ഇത് ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും വലിയ വാല്യൂ ഒന്നും ഉണ്ടാവത്തില്ല, ഒരു കുറച്ച് വാല്യൂ ആയിരിക്കും ഉണ്ടാവത്തുള്ളൂ. സോ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് വിഡ്രോ എടുക്കാനും എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കരുത്, അത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നല്ല പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. നേരത്തെ ഇതുപോലെ നോട്ട് കോയിനും പൈ കോയിനും വന്നിട്ടുണ്ടായിരുന്നു, ഞാനത് യൂസ് ചെയ്യുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ അത് ലിസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിഡ്രോ ചെയ്തിട്ടില്ല, സെയിലും ചെയ്തില്ല. ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചു. ഹോൾഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിറ്റപ്പോഴത്തേക്കും ഏകദേശം ഒരു നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഈ കോയിൻ ഇനി എങ്ങനെ ലിസ്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കൂടെ കൂടിക്കാൻ നമുക്ക് അടിപൊളിയായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. മേ ബി ഇത് ലിസ്റ്റ് ചെയ്യാതെ ഇരിക്കാം. സോ നമുക്ക് ട്രൈ ആക്കാതിരുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റ് എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയയിലും ചുമ്മാ ഇൻസ്റ്റാഗ്രാം ഒക്കെ കുറെ സ്ക്രോൾ ചെയ്ത് കുറെ വീഡിയോസ് കണ്ട് എന്തോ ഒരു സമയം കളയുന്നുണ്ട്. ആ സമയം ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് മണിയോ കാര്യമോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഏകദേശം ഒരു ദിവസം 5-10 മിനിറ്റ് ഡെയിലി ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം കോയിൻസ് മൈൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്നിട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് കിട്ടും. ഇനി ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും പറയാനില്ല. സോ കുറെ ആൾക്കാർ ഇത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡാറ്റ ബ്രീച്ച് ആവും, നിങ്ങളുടെ ഡാറ്റാസ് പോകുന്നു പറഞ്ഞ ആൾക്കാർ ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ടെലിഗ്രാം ഓറിയന്റഡ് ആണ് സംഭവങ്ങളെല്ലാം നടക്കുന്നത്. സോ നിങ്ങളുടെ ഡാറ്റയ്ക്ക് ഒരു കാരണവശാലും ഒരു പ്രൈവസി പോളിസിക്കും വരാൻ പോകുന്നില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടെലിഗ്രാം ആപ്പിന് തന്നെയാണ് അവരുടെ വിഷയം. കാരണം അവരുടെ സൈറ്റിൽ കൂടെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കൊന്നും വേണ്ട. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫ്രീ എങ്ങനെ നമ്മൾ മൈൻ ചെയ്യാം, എങ്ങനെ കോയിൻസ് പെർ അവർ ഏൺ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ അതേ നമ്മുടെ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെലിഗ്രാമിലേക്ക് ആയിരിക്കും പോവുക. ടെലിഗ്രാമിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹാംസ്റ്റർ കോമ്പാക്ട് ബോട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ റിസീവ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 5000 കോയിൻസ് നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ബിക്കം എ CEO ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും നമ്മൾ ആദ്യമേ തന്നെ ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യണം, താഴത്തെ എയർ ഡ്രോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടോ, ആ എയർ ഡ്രോപ്പെ ക്ലിക്ക് ചെയ്തിട്ട് കണക്ട് യുവർ ടൺ വാലറ്റ് കൊടുക്കുക. കാരണം ഈ വാലറ്റിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് ലിസ്റ്റ് ചെയ്യുമ്പോൾ റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓപ്പൺ വാലറ്റിൻ്റെ ടെലിഗ്രാമെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ ബാക്കപ്പ് മാനുവലി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം അന്നേരം നമുക്ക് അവിടെ ഒരു കുറച്ച് കോഡ്സ് വരുന്നതായിരിക്കും. ഈ കോഡ്സ് നിങ്ങൾ മസ്റ്റായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇനി വാലറ്റ് ആക്സസ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊക്കെ നേരത്തെ ഈ കോഡ് ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു 3 കോഡ് നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തതിൻ്റെ അതിൻ്റെ 3 കോഡ് ചോദിക്കുന്നതായിരിക്കും റാൻഡം ആയിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് ഏതൊക്കെയാണ് കോഡെന്ന് നോക്കിയിട്ട് ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ 7, 16, 21 അടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 3 കോഡ് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചപ്പോഴത്തേക്കും വാലറ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴത്ത് കണക്ട് വാലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കണക്ട് വാലറ്റെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കണക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വരുമ്പോൾ തന്നെ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ബോട്ട് നിങ്ങൾ ഹാംസ്റ്റർ ബോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടാണിത്. ഇതിൻ്റെ അകത്ത് ഏകദേശം 6000 കോയിൻസ് ഉണ്ട്. നമ്മളിതിന് ഞെക്കി മൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മേളിലത്തെ 3 ഓപ്ഷൻ വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് 6 ലക്ഷം കോയിൻസ് ഏൺ ചെയ്യാം. അതിനകത്ത് ആദ്യം ഡെയിലി സൈഫർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ഡെയിലി സൈഫറെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊരു കോഡാണ്. ഈ കോഡ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ആൽഫബെറ്റ് ടൈപ്പ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആദ്യം ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്തായിരിക്കും കോഡ് നമ്മൾ ഇടുന്നത്. ഇന്നത്തെ കോഡ് എന്ന് പറഞ്ഞാൽ ഫാം എന്നാണ് കോഡ്. രാവിലെ ഒരു 9 മണിക്കും 10 മണിക്കായിരിക്കും കോഡ് വരുന്നത്. ഈ ഫാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക. ഫാമിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. 2 ക്ലിക്ക്, ഒരു ലോങ് ക്ലിക്ക്, ഒരു ഷോർട്ട് ക്ലിക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ജസ്റ്റ് നമ്മുടെ ഇതിനകത്ത് തിരിച്ച് വരിക. അപ്പോൾ ഇവിടെ ഈ ഒരു കരടീൻ്റെ സിമ്പിളിൽ നിങ്ങൾ ജസ്റ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ ഡോട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾ ഞെക്കി പിടിച്ചിട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോങ് ക്ലിക്ക് വരും. അങ്ങനെയാണ് ഇതിൻ്റെ കോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ കോഡ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടെലിഗ്രാമിൽ കൊടുത്തിരിക്കുന്ന പോലെ 2 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ലോങ് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഷോർട്ട് ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും F വന്നേക്കാൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും.
ആ കോഡ് അനുസരിച്ച്. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ തിരിച്ചു പോകുക. അടുത്ത് എയുടെ കോഡോടെ കൊടുത്തിട്ടുണ്ടാവും. ഒരു ചെറിയ ക്ലിക്കും ഒരു ലോങ് ക്ലിക്കുമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചെറിയ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒരു ലോങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എഫ് വന്നു, അതിനുശേഷം എ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ FARM എന്നാണ് ഇന്നത്തെ കോഡ്. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കോഡ് ടെലിഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ പോയി ജോയിൻ ചെയ്യുക. ഈ കോംബോയുടെയും അടുത്ത ഒരു ഓഫറുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും കോഡ് ടെലിഗ്രാമിലായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഡെയിലി സൈഫറിൻ്റെ കോഡ് എല്ലാ ദിവസവും രാവിലെ 9-നും 10-നും ഇടയ്ക്കായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഡെയിലി കോംബോ ഉണ്ട്. അതിൻ്റെ കാർഡ്സ് നമുക്ക് വൈകുന്നേരം ഒരു 5 മണി തൊട്ട് 6 മണിക്ക് ഇടയ്ക്കാണ് അപ്ഡേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഡെയിലി സൈഫറിൻ്റെ കോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 lakh കോയിൻസ് നമുക്ക് ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫസ്റ്റ് ടാസ്ക് നമ്മൾ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് മൈൻ ചെയ്തു എന്ന് തീരാനാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്യുവാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഡെയിലി കോംബോ എന്ന് പറയുന്ന സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ഏൺ ചെയ്യാനായിട്ട് പോകുന്നത്. നേരത്തെ നിങ്ങൾക്ക് 2 വെച്ച് മൈൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 1,00,000 കോയിൻ ആയപ്പോഴത്തേ നിങ്ങൾ ഓരോ തവണ അതേ ക്ലിക്ക് ചെയ്യുമ്പോഴും 5 പോയിന്റ് വെച്ചിട്ടാണ് എക്സ്ട്രാ കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇനി നമ്മൾ ഡെയിലി കോംബോ നോക്കുകയാണ്. അപ്പോൾ ഡെയിലി കോംബോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 3 കാർഡ്സ് ഉണ്ടാവും. ഈ ഒരു 3 കാർഡ്സിൻ്റെ അകത്ത് നമ്മൾ മാച്ച് ചെയ്യണം. ഇവരൊരു പറയുന്ന മാച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ താഴത്ത് നിങ്ങൾക്ക് ലീഗൽ, സ്പെഷ്യൽ അങ്ങനെ കുറേ കാർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നൊരു 3 കാർഡുണ്ട്. ആ ഒരു 3 സ്പെഷ്യൽ കാർഡ് നമ്മൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5,00,000 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ 3 കാർഡ്സ് അവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 3 കാർഡ്സ് ഇതൊക്കെയാണ്. ഒന്ന് ലീഗലിൻ്റെ അകത്ത് ആൻറ്റി മണി ലോണ്ടറിങ് ആണ്, പിന്നെ ഒരു ടോപ്പ് 10 ഗെയിമിങ്, പിന്നെ ലൈസൻസ് ഇന്തോനേഷ്യ. അപ്പോൾ ലീഗലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ബോർഡിലേക്ക് തിരിച്ചു വരിക. അവിടെ മേളിൽ ലീഗൽ എന്ന് കാണാം. ലീഗൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴത്ത് ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ടാവും ആൻറ്റി മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. ആ സംഭവം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ആദ്യമേ ഒന്ന് ബൈ ചെയ്യുക. അപ്പോൾ അത് ബൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ബൈ ചെയ്യേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഗെയിമിംഗ് ആണ്. അത് താഴത്ത് സ്പെഷ്യലിൻ്റെ അകത്ത് ടോപ്പ് 10 ഗെയിമിംഗ് എന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്പെഷ്യൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്പെഷ്യലിൻ്റെ അകത്ത് അവിടെ ന്യൂ കാർഡ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ന്യൂ കാർഡ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ ടോപ്പ് 10 ഗെയിമിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ കാർഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 2 കാർഡ് ബൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കാർഡും കൂടി ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 5 lakh കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പം പിന്നെ അടുത്ത കാർഡ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇന്തോനേഷ്യ ആണ്. അത് ലീഗലിൻ്റെ അകത്താണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലോക്ക് ചെയ്തേക്കുവാണ്. നമ്മൾ 4 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു മിനിമം 5 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം. കാരണം ചില ടാസ്കിന് മിക്കപ്പോഴും 4 കോയിൻസ് എടുത്ത് നമുക്ക് വരാറുണ്ട് അൺലോക്ക് ചെയ്യാനായിട്ട് ടാസ്കുകൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു 3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് എക്സ്ട്രാ 25,000 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താഴെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എൻ്റെ വേറൊരു അക്കൗണ്ടാണ്. ഓൾറെഡി 4 പേര് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. അപ്പോൾ ലൈസൻസ് ഇന്തോനേഷ്യ കൂടി ഇന്ന് ബൈ ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം ഇതെങ്ങനെ വർക്ക് ചെയ്തതെന്ന് അറിയാനായിട്ട്. അപ്പോൾ അത് ലൈസൻസ് ഇന്തോനേഷ്യ ഓൾറെഡി ബൈ ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 5 lakh കോയിൻസ് എനിക്കിത് സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും ഈ സംഭവം ബൈ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. എല്ലാ ദിവസവും ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം ഒരു 5,00,000 കോയിൻസ് എൻ്റെ അക്കൗണ്ടിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേളിലെ പ്രോഫിറ്റ് പെർ അവർ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ കോയിൻസ് ആയിരിക്കും വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. എനിക്ക് ഏകദേശം ഒരു 25,000 കോയിൻസാണ് ഇപ്പോൾ ഉള്ളത്. ആ കോയിൻസ് ആയിരിക്കും ഇത് ലിസ്റ്റ് ആയാലും എനിക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. താഴത്തെ 5,00,000 വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, മേളിലത്തെ കോയിനാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. കാരണം 5,00,000 വിഡ്രോ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും വിഡ്രോ ചെയ്യാമല്ലോ, നല്ലൊരു എമൗണ്ട് ആവുമല്ലോ. അപ്പോൾ മേളിലത്തെ പ്രോഫിറ്റ് പെർ അവർ നിങ്ങൾ മാക്സിമം ഏൺ ചെയ്യാനായിട്ട് നോക്കുക. അതിനുവേണ്ടി ടാസ്ക് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഡെയിലി ടാസ്ക് ചെയ്തിട്ടും കോയിൻസ് ഏൺ ചെയ്യാം. ഇവരുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ട്വിറ്ററിൽ ജോയിൻ ചെയ്യുക, യൂട്യൂബിൽ വീഡിയോ കാണുക. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഞാനിപ്പോൾ ഡെയിലി സൈഫർ ഡെയിലി കോംബോയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക. അതുപോലെ തന്നെ ഡെയിലി ടാസ്കും ചെയ്തു പോവുക. നല്ലൊരു കോയിൻസ് ഏൺ ചെയ്യുക. ഇനി അടുത്ത മാസം ലിസ്റ്റ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂസ് വീഡിയോയും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം നോക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാമിലേക്ക് വരിക, അവിടെയായിരിക്കും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണാം.